ജോഹർ ഉബൈദ്, മിൽന മാത്യു, വിനോദിനി പി കെ, നമീഷ് ഓയൽ, ജോൺ സീഫ്. ഇപ്പൊ ഈ പത്രസമ്മേളനം വിളിച്ചു ചേർക്കാനുണ്ടായ കാരണം ഈ മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയത് മുതൽ ടെക്നിക്കൽ ജീവനക്കാർക്കും മിനിസ്റ്റീരിയൽ ജീവനക്കാർക്കും 2:1 എന്ന റേഷ്യോയിൽ പ്രൊമോഷൻ ഉണ്ടായിരുന്നു. ആ പ്രൊമോഷൻ സർക്കാർ തികച്ചും നിയമവിരുദ്ധമായിട്ട് 8:1 എന്ന റേഷ്യോയിൽ മാറ്റിയിരിക്കുകയാണ്. 2022 ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന ജോയിന്റ് ആർടിഒമാർക്ക് പോളിടെക്നിക് ഡിപ്ലോമ വേണമെന്നുള്ള ഭേദഗതി കൊണ്ടുവന്നു. അതിനുശേഷം നിരവധിയായിട്ടുള്ള ഞങ്ങളുടെ മിനിസ്റ്റീരിയൽ ജീവനക്കാർ പോളിടെക്നിക് ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോളിടെക്നിക് ഡിപ്ലോമ പഠിച്ചു വരുന്ന ആളുകൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ ഭേദഗതി ഉണ്ടായിരിക്കുന്നത്. എല്ലാ സ്പെഷ്യൽ റൂളുകളും ഭേദഗതി ചെയ്യുന്നതിന് നിയമസഭയുടെ സബ്ജക്റ്റ് കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിച്ചതിന് ശേഷമാണ് ഭേദഗതി പ്രാബല്യത്തിൽ. പക്ഷേ സർക്കാർ ഇപ്പോൾ ഇത്തരത്തിൽ നിയമസഭാ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടാതെ എക്സിക്യൂട്ടീവ് ഓർഡർ ആയിട്ടാണ് ഈ സ്പെഷ്യൽ റൂൾ ഭേദഗതി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സമര രൂപം ആണ് ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. 5-ാം തീയതി വ്യാഴാഴ്ച രാത്രി 8 മണി വരെ ജോലി ചെയ്ത് പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മിനിസ്റ്റീരിയൽ ജീവനക്കാരിൽ ഏതാണ്ട് 65% വനിതകളാണ്. അപ്പോൾ വനിതകളെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളും വീട്ടിലെ കാര്യങ്ങളും യാത്രയും ഇതെല്ലാമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലും ഇത്തരം ഒരു കടുത്ത തീരുമാനം എടുക്കേണ്ടി വന്നത് ഞങ്ങളുടെ ഈ പ്രൊമോഷൻ ഇല്ലാതാവും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അതുകൂടാതെ നോമ്പ് കാലമാണ്. നോമ്പ് കാലത്തും ഇത്തരത്തിലുള്ളൊരു സമരം തീരുമാനമെടുക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും ഈ സ്പെഷ്യൽ റൂൾ ഭേദഗതി ചെയ്ത് ഞങ്ങളുടെ പ്രൊമോഷൻ ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിൽ മറ്റ് സമരമാർഗങ്ങളൊന്നും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വരില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മിനിസ്റ്റീരിയൽ ജീവനക്കാർ 1606 പേരാണ്. പക്ഷെ സാങ്കേതിക ജീവനക്കാർ 900 പേരേ ഉള്ളൂ. എന്നിട്ട് പോലും 2:1 റേഷ്യോയിലാണ് ഇപ്പം പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. 2:1 കുറഞ്ഞ ജീവനക്കാരുള്ള സാങ്കേതിക ജീവനക്കാർക്ക് 2 ഭാഗവും കൂടുതലുള്ള മിനിസ്റ്റീരിയൽ ജീവനക്കാർക്ക് 1 ഭാഗവുമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് മാറ്റി 8:1 എന്ന അനുപാതത്തിലാക്കുമ്പോഴേക്കും നമുക്ക് ഒന്നും കിട്ടാത്ത സാഹചര്യത്തിലേക്ക് വരും. കാരണം 36 സീനിയർ സൂപ്രണ്ടുമാരാണ് നിലവിലുള്ളത്. ഈ 36 സീനിയർ സൂപ്രണ്ടുമാരിൽ സാങ്കേതിക യോഗ്യത എല്ലാവർക്കും നേടുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. 3 വർഷത്തെ പോളി ഡിപ്ലോമ പഠിച്ച് സർവീസിലിരിക്കുന്നവർ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരത്തിൽ സാങ്കേതിക യോഗ്യത നേടി വന്നവർ സീനിയർ സൂപ്രണ്ട് ആകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് പിന്നീട് പ്രൊമോഷൻ കിട്ടുന്നതല്ല. അവരൊരു ജൂനിയർ സൂപ്രണ്ടോ പിന്നെ ഹെഡ് ക്ലർക്കോ ഒക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും പ്രൊമോഷൻ കിട്ടാതെ റിട്ടയർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പൊ തന്നെ ഇങ്ങനെ പ്രൊമോഷൻ ഈ 2:1 റേഷ്യോയിൽ പ്രൊമോഷൻ കിട്ടിയിട്ട് പോലും 2 പേരാണ്, 33 ആർടിഒമാരുള്ളതിൽ 2 പേരാണ് മിനിസ്റ്റീരിയൽ വിഭാഗത്തിൽ നിന്നുള്ളത്. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ തസ്തികയിലൊന്നും ഒരു മിനിസ്റ്റീരിയൽ ജീവനക്കാരൻ പോലും ഇല്ലാത്ത സാഹചര്യമുണ്ട്. അപ്പൊ ഈ ഭേദഗതി കൂടി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഞങ്ങളുടെ പ്രൊമോഷൻ സാധ്യത പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അത് പരിഹരിക്കണമെന്ന് സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് ഉള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ സമരം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെയൊക്കെ സജീവമായിട്ടുള്ള ഒരു പങ്കാളിത്തം ഉണ്ടാവണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ജൗഹർ ഉബൈദ് സംസാരിക്കും. നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പല ഡിപ്പാർട്ട്മെന്റുകളിലും സ്പെഷ്യൽ റൂൾ ഉണ്ട്. സ്പെഷ്യൽ റൂൾ എന്ന് പറയുന്നത് ഒന്നിലധികം വിഭാഗങ്ങൾ, ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒന്നിലധികം വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ പ്രൊമോഷന് ഒരു റേഷ്യോ വേണം, അല്ലെങ്കിൽ ഒരു മാനദണ്ഡം വേണം. അതിനു വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ റൂൾ ഉണ്ടാക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിലുള്ളത് 2 വിഭാഗങ്ങളാണ്. ഒന്ന് ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന മിനിസ്റ്റീരിയൽ ജീവനക്കാർ, OA മുതൽ ഓഫീസ് അറ്റൻഡന്റ് മുതൽ സീനിയർ സൂപ്രണ്ട് വരെയുള്ള വിഭാഗം ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നു. അതിന് പുറമെ ഫീൽഡിൽ പോകുന്ന മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരും ഉൾപ്പെടുന്ന സാങ്കേതിക വിഭാഗം. അവരുടെ യോഗ്യത എന്ന് പറയുന്നത് ഡിപ്ലോമയാണ്. മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഡിപ്ലോമ യോഗ്യതയുള്ള ജീവനക്കാരാണ് ഈ ഡിപ്പാർട്ട്മെന്റിലെ സാങ്കേതിക ജീവനക്കാർ. അപ്പോൾ ഇവരുടെ ഈ 2 വിഭാഗത്തിന്റെയും കോമൺ പ്രൊമോഷൻ പോസ്റ്റാണ് ജോയിന്റ് RTO എന്ന് പറയുന്നത്. ജോയിന്റ് RTO എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻ സാങ്കേതിക ജീവനക്കാർക്ക് 2, മിനിസ്റ്റീരിയൽ ജീവനക്കാർക്ക് 1 എന്നുള്ള അനുപാതത്തിലാണ്, 2:1 എന്നുള്ള അനുപാതത്തിലാണ് 1981 മുതൽ നിലവിലുള്ളത്. ആ സ്പെഷ്യൽ റൂൾ അന്ന് മുതലാണ് ഉള്ളത്. ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് സ്ട്രെങ്ത് സാറ് പറഞ്ഞു 1400ഓളം മിനിസ്റ്റീരിയൽ ജീവനക്കാരും 900ഓളം സാങ്കേതിക ജീവനക്കാരും ഉണ്ട്. നിലവിൽ തന്നെ ഈ റേഷ്യോ അപര്യാപ്തമാണ്. മിനിസ്റ്റീരിയൽ ജീവനക്കാർക്ക് അർഹതപ്പെട്ട പ്രൊമോഷൻ സമയങ്ങളിൽ കിട്ടാത്ത ഒരവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മിനിസ്റ്റീരിയൽ ജീവനക്കാർ ഒരിക്കലും ഈ ഒരു പദവിയിലേക്ക് വരരുത് എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ ഒരു അധിക യോഗ്യത ഇതിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ടു. നേരത്തെ അധികമായി ഒരു യോഗ്യതയും വേണ്ടായിരുന്നു. ഒരു സീനിയർ സൂപ്രണ്ട്, ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അവർ നിലവിലുള്ള യോഗ്യത വെച്ചാണ് ഈ അനുപാതത്തിൽ പ്രൊമോഷൻ ലഭിച്ചു വന്നിരുന്നത്. എന്നാൽ 2022 അധികമായ ഒരു യോഗ്യത, ഒരു ജോയിന്റ് RTO ആവണമെങ്കിൽ ഡിപ്ലോമ നിർബന്ധമാണ്. മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സ്ട്രീമിലുള്ള ഡിപ്ലോമ നിർബന്ധമാണ് എന്നുള്ള ഒരു നിയമം ഈ സ്പെഷ്യൽ റൂൾ അമെൻഡ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നു. അതിന്റെ ഉദ്ദേശം വ്യക്തമാണ്. നിലവിലുള്ള സാങ്കേതിക ജീവനക്കാർക്കുള്ള യോഗ്യതയാണത്. അപ്പോൾ അവർക്ക് മാത്രം ഈ പദവി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ഭേദഗതി വന്നത് 2022. ഇപ്പോഴുള്ള ഒരവസ്ഥ അതും പോരാഞ്ഞ് ഈ ഒരു റേഷ്യോ കൂടി മാറ്റാനുള്ള നീക്കങ്ങൾ വളരെ ആസൂത്രിതമായി നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാമായിരുന്നു. നമ്മൾ അതിനെ തടയാനുള്ള ശ്രമങ്ങൾ പല രീതിയിൽ നിയമപരമായും രാഷ്ട്രീയമായും ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതാണ് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച ഒരു അവസരത്തിൽ ഒരു സ്പെഷ്യൽ റൂൾ അമെൻഡ് ചെയ്യുക എന്നുള്ളതിന് നിലവിലുള്ള ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. 2010 നമ്മുടെ PNRT പുറപ്പെടുവിച്ച ഒരു സർക്കുലർ ഉണ്ട്. അതിൽ ഓരോ ഘട്ടങ്ങളായിട്ട് പാലിക്കേണ്ടതുണ്ട്. ഇപ്പോ PSCയുടെ ക്ലിയറൻസ് കിട്ടണം, ഫിനാൻസിന്റെ ക്ലിയറൻസ് കിട്ടണം, ലോ ഡിപ്പാർട്ട്മെന്റ് അത് പരിശോധിക്കണം. അതിനുശേഷം നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റി പരിശോധിച്ച് അവർ അപ്രൂവ് ചെയ്താൽ മാത്രമാണ് ഒരു ഭേദഗതി നടപ്പിലാകുന്നത്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഇതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് ഈ ഒരു ഭേദഗതിയെ ഒളിച്ചു കടത്തുകയാണ് ഈ വകുപ്പ് ചെയ്തത്. നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റിയെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് നിയമസഭയുടെ പ്രിവിലേജ് പോലും അതിക്രമിച്ച് കടന്നുകൊണ്ടാണ് നടപ്പിലാക്കിയത്. അതിനെതിരായ വികാരം എല്ലാ മിനിസ്റ്റീരിയൽ ജീവനക്കാരും വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പലരും നമ്മളൊരു പണിമുടക്കിലേക്ക് പോകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. എന്നാൽ ഈ ഒരു സമയത്ത്, ഇലക്ഷൻ മുന്നിൽ നിൽക്കുന്ന സമയത്ത്, അടുത്ത ആഴ്ച ഒരുപക്ഷെ നോട്ടിഫിക്കേഷൻ വന്നേക്കാം. ആ ഒരു സമയത്ത് പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള, പൊതുജനങ്ങളും മാധ്യമങ്ങളും ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു സമരമുറയാണ് KMVDSAയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതാണ് സാറ് നേരത്തെ പറഞ്ഞത്. 3 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്തുകൊണ്ട്, നമുക്കറിയാം എല്ലാ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസുകളിലും ഒരുപാട് ജോലിഭാരമുണ്ട്. ആ ജോലിഭാരം, ആ ഒരു അരിയർ വർക്ക് നമുക്ക് കഴിയുന്ന രീതിയിൽ തീർക്കാവുന്ന ഒരു അവസരം കൂടിയാണ് എന്നാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ആ ഒരു
സമരത്തിന്, അതിന്റെ പ്രചരണത്തിന് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് വിശദീകരിച്ചു. ഇതിപ്പം ആസ്പെറൻ്റ് ആയിട്ടുള്ള ഒത്തിരി യുവജനങ്ങളെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു PSC ടെസ്റ്റ് എഴുതി ഏതൊരു ഡിപ്പാർട്ട്മെന്റിലും ഒരു ക്ലറിക്കൽ തസ്തികയിൽ അല്ലെങ്കിൽ ലോയർ തസ്തികയിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷ എന്താണ്? ആ ഒരു അറ്റം വരെ എത്തിപ്പെടാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത്രയധികം യുവജനങ്ങൾ പഠിച്ചു മുന്നേറുന്നത്. പക്ഷേ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് എന്ന രീതിയിൽ അപേക്ഷ കൊടുത്ത് നമ്മുടെ പരീക്ഷ പാസ്സായി നമ്മൾക്ക് കിട്ടുന്ന നമ്മുടെ ചോയ്സ് പ്രകാരമല്ല. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കയറിയിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ കയറി അതിന്റെ ഒപ്പം തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ കയറിയവരുടെ ഇതുമായിട്ട് തുല്യം ചെയ്ത് നോക്കുമ്പോൾ ഞാനിപ്പോൾ കയറിയിട്ട് 14 കൊല്ലം ആകുന്നു. പക്ഷെ ഈ 14 കൊല്ലത്തില് മറ്റു ഡിപ്പാർട്ട്മെന്റിൽ കയറിയവര് ഇതിനെല്ലാം മുകളിലുള്ള തസ്തികകളിലേക്ക് പ്രൊമോഷൻ കിട്ടുകയും അവരുടെ ആ ഒരു ജീവിതം അതിനനുസരിച്ച് മുന്നേറുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോഴും ഒരു ക്ലർക്കിന്റെ തസ്തികയിൽ തന്നെയാണ് ഈ 14 കൊല്ലം കഴിഞ്ഞിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ഈ ഒരു റേഷ്യോ കൂടെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൂടിപ്പോയാൽ ഇനിയൊരു 13 കൊല്ലം കൂടെ സർവീസ് ഉണ്ട്. അതിൽ കൂടിപ്പോയാൽ അടുത്തൊരു പോസ്റ്റിലേക്ക് ഒരു HA വരെ ആയി റിട്ടയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വിദ്യാഭ്യാസവും ഇതെല്ലാം നേടി അർഹത ഉണ്ടായിട്ട് പോലും ഇതുപോലെ മറ്റ് ചിലരുടെ ഗൂഢലക്ഷ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അർഹതപ്പെട്ടവരുടെ കയ്യിൽ നിന്നുമുള്ള അവകാശങ്ങൾ പിടിച്ചു പറിക്കുന്നതിനെതിരെയാണ് ഞങ്ങൾ ഈ പ്രതിഷേധം കാണിക്കുന്നത്. അതിൽ നിങ്ങളുടെ ഒരു സഹകരണം വേണം. ഞങ്ങളുടെ ഈ ശബ്ദം ഉന്നതങ്ങളിൽ എത്താനും ഇതിലെ നീതിപരമായി എല്ലാവർക്കും തുല്യ അവകാശം വാഗ്ദാനം ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഒരു വിഭാഗത്തിന് മാത്രം 8 പേര് ജോയിന്റ് ആർട്ടി ആകുമ്പോൾ അതുപോലെ അർഹതയുള്ള മറ്റൊരു വിഭാഗത്തിന് നിന്നും ഒരാൾ മാത്രം ആവുക എന്ന് പറഞ്ഞാൽ അതിൽ വലിയൊരു അനീതി ഒളിച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ ആ അനീതിക്കെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. എല്ലാവർക്കും ജീവിക്കാനും അർഹതപ്പെട്ട സ്ഥാനങ്ങളിൽ അർഹതപ്പെട്ട രീതിയിൽ ജോലി ചെയ്ത് മുന്നേറാനുമുള്ള അവകാശമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അവകാശം സംരക്ഷിക്കാനുള്ള ഈ യാത്രയിൽ നിങ്ങളും ഞങ്ങളുടെ കൂടെ ഒത്തു നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാങ്കേതിക ജീവനക്കാരുടെ സംഘടന ഇടപെട്ട് നടത്തിയെന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. അവർക്ക് സർക്കാരിൽ ഇടപെടാൻ തക്ക ശേഷിയുണ്ട് എന്ന് കണ്ടാൽ മതി. അതൊരു എന്താ പറയാ, ക്യാമറയ്ക്ക് മുന്നിൽ അല്ല ആരോപണമാണെന്ന്, അല്ലെങ്കിൽ ഇത് തിരക്കിട്ട് ചെയ്യണ്ട, സബ്ജക്ട് കമ്മിറ്റിയൊക്കെ പരിഗണിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതല്ല. പക്ഷെ ഇത് ബൈപ്പാസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ അകത്ത് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണുള്ളതെന്ന് നമുക്ക് വ്യക്തമല്ല. ആരോപണം ഉന്നയിക്കാനും നമ്മൾ തയ്യാറല്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇതൊരു നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ അധികാരങ്ങൾ പോലും മാനിക്കാതെ ചെയ്തു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്ത് കാര്യമുണ്ടെന്നുള്ളത് സംശയിക്കുന്നു. അതെ, സർക്കാരിലേക്ക് നിർദ്ദേശം പോയിട്ടുണ്ട്. അതും ഒരു വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. അതിൻ്റെ അകത്ത് ഇപ്പോ മോട്ടോർ വാഹന വകുപ്പ് ഫുള്ളായിട്ട് ഓട്ടോമാറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 28 ഓട്ടോമാറ്റഡ് ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. അത് ഏപ്രിൽ മാസത്തോട് കൂടിയിട്ട് പ്രവർത്തനം ആരംഭിക്കും. ഫിറ്റ്നസ് എടുക്കാനുള്ള, അതായത് CF പിന്നെ പുതിയ പഴയ വാഹനങ്ങളുടെ റിന്യൂവല് ഇക്കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ സാങ്കേതിക ജോലിക്കാരുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ ചെക്ക് പോസ്റ്റുകൾ നിർത്തിക്കഴിഞ്ഞു. 3 ഷിഫ്റ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 2 ഷിഫ്റ്റ് നിർത്തിക്കഴിഞ്ഞു. ഇപ്പൊ രാത്രിയിലില്ല. പകല് 9 മണി മുതൽ 5 മണി വരെ മാത്രമാണ് ഇപ്പം ചെക്ക് പോസ്റ്റുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ 2 ഷിഫ്റ്റിൽ ജോലി ചെയ്തവർ ഇപ്പോൾ എക്സസ് ആയിട്ടിരിക്കുകയാണ്. അതുകൂടാതെ പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ, നിങ്ങൾക്കൊക്കെ അറിയാം, പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു നേരത്തെ. അത് കേന്ദ്ര സർക്കാർ നിർത്തലാക്കി. ആ ജോലി ഇപ്പൊ ഇല്ല. കാരണം 2021 മുതൽ അത്തരം ജോലികളില്ല. ആ 2021 ഏകദേശം 7.5 ലക്ഷം വാഹനങ്ങൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഏതാണ്ട് 8.5 ലക്ഷത്തോളം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടാവും. ഈ വാഹനങ്ങൾ പരിശോധിക്കുന്ന ജോലി
ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ ഇല്ല. അത്രയും ജോലി ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ പിന്നെ RVSF എന്ന് പറഞ്ഞിട്ടുള്ള വാഹന പൊളിക്കൽ കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 2 സിൽക്കിനും 1 KSRTCക്കും കൊടുത്തിട്ടുണ്ട്. അതിൽ സിൽക്കിന്റെ RVSFകൾ പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. അവർ COD എന്ന് പറയും, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. നമ്മൾ പൊളിക്കുന്ന ഒരു വാഹനം അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും, ഇവിടെ ഈ വാഹനം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ COD വെച്ചിട്ട് അടുത്ത പുതിയതായി അതേ ക്ലാസ്സിലുള്ള ഒരു വാഹനം വാങ്ങുമ്പോൾ നികുതി ഇളവൊക്കെ കിട്ടുന്ന രീതിയിൽ ആണ് കേന്ദ്ര ഗവൺമെന്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അവ പൊളിക്കാൻ തുടങ്ങിയിട്ടില്ല. ഈ സിൽക്കിലും അവര് പിന്നെ ഈ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പേപ്പറുകൾ കിട്ടാനുള്ളത് കൊണ്ട് പൊളിക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ വാഹനങ്ങൾ സ്വീകരിച്ച് COD കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ പൊളിക്കുന്ന വാഹനങ്ങളെ ഇൻസ്പെക്ട് ചെയ്യുന്ന ജോലിയും ഇവിടെ ഒഴിവായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുതിയതായിട്ട് കൂടുതൽ ജീവനക്കാരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ സർക്കാരിൽ ഫയല് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം 1200 കോടിയിലധികം രൂപ നികുതി ഇനത്തിൽ നമുക്ക് പിരിച്ചെടുക്കാൻ, അത് പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മിനിസ്റ്റീരിയൽ ജീവനക്കാരെ നിയമിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള പ്രപ്പോസലുകൾ എങ്ങും എത്താതെ നിൽക്കുകയാണ്. അത് എങ്ങോട്ടും പോകുന്നില്ല. ട്രാൻസ്പോർട്ട് കമ്മീഷണർ അത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള യാതൊരുവിധ തീരുമാനങ്ങളും ഇത് ഉണ്ടായിട്ടില്ല. അതെ, മോട്ടോർ വാഹന നികുതിയുടെ കുടിശ്ശിക പിരിച്ചെടുക്കാൻ 1200 കോടിയിലധികം രൂപയുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വകുപ്പ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ OTS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിക്കും. അപ്പോൾ ഈ നികുതി കുടിശ്ശിക ഏതെങ്കിലും കാരണവശാലും നികുതി അടയ്ക്കാൻ പറ്റാതെ പോയി പൊളിഞ്ഞു പോയ വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നികുതി ഒരു 20% 30% ഒക്കെ ഈടാക്കി ഡിസ്പോസ് ചെയ്യുന്ന രീതിയാണ് ഈ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി. പക്ഷെ അത് ആളുകൾ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 വർഷത്തിലധികം നികുതി കുടിശ്ശികയായിട്ടുള്ള വാഹനങ്ങളാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതികളിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ഈ 4 വർഷം നികുതി അടയ്ക്കാതെ നടക്കുകയും 5ാമത്തെ വർഷം എനിക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നികുതി ഒഴിവാക്കി തരണമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് സർക്കാർ അത് നിർത്തലാക്കി. പക്ഷെ എന്നിട്ടും ഈ നികുതികൾ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള ജീവനക്കാരെ നിയമിക്കുന്നതിന് കഴിയുന്നില്ല. ഈ റാങ്ക് ലിസ്റ്റുകളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഈ AMBA റാങ്ക് ലിസ്റ്റ് ഉണ്ടാകുന്നത് മോട്ടോർ വാഹന വകുപ്പിലേക്ക് വേണ്ടി മാത്രമാണ്. പക്ഷെ ഈ മിനിസ്റ്റീരിയൽ ജീവനക്കാരുടെ ക്ലാർക്കുമാരുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ആണ്, വിവിധ വകുപ്പുകളിലേക്കുള്ളതാണ്, വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പിലേക്ക് വരുന്ന ക്ലാർക്കുമാർ ആരാണെന്ന് ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. PSCയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ പോലും കണ്ടുപിടിക്കാൻ കഴിയില്ല. ആ റൊട്ടേഷൻ അനുസരിച്ചാണ് വരുന്നത്. പക്ഷേ ഈ AMBAമാരുടെ റാങ്ക് ലിസ്റ്റ് അങ്ങനെയല്ല. ഓരോ തസ്തിക ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരെയാണ് നിയമിക്കപ്പെടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇവര് റാങ്ക് ലിസ്റ്റ്, റാങ്ക് ഹോൾഡേഴ്സ് എല്ലാവരും കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു. അവര് രാഷ്ട്രീയ തലത്തിലൊക്കെ ഭരണതലത്തിലൊക്കെ സ്വാധീനം ചെലുത്തുന്നു. പുതിയ പുതിയ തസ്തികകൾ ഉണ്ടാകുന്നു. പക്ഷേ ഈ മിനിസ്റ്റീരിയൽ തസ്തികകൾ അത്തരത്തിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ ജോലിഭാരം ഇങ്ങനെ അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്നത്. വാഹനങ്ങൾ വരുന്നതിനനുസരിച്ച് മിനിസ്റ്റീരിയൽ തസ്തിക ഉണ്ടാകാതെ സാങ്കേതിക തസ്തിക മാത്രം ഉണ്ടാകുന്ന സാഹചര്യം. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 262 പുതിയ സാങ്കേതിക തസ്തികകൾ പുതിയതായിട്ട് സൃഷ്ടിച്ചു. കൂടാതെ 14 RTO ഓഫീസുകളുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ഒരൊറ്റ മിനിസ്റ്റീരിയൽ ജീവനക്കാരനെ പോലും നിയമിച്ചില്ല. ഒരു RTO ഓഫീസിൽ ഒരു മിനിസ്റ്റീരിയൽ ജീവനക്കാരൻ പോലും ഇല്ലാതെ 14 RTO ഓഫീസുകളാണ് കേരളത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവിടുത്തെ ജോലികൾ ചെയ്യാൻ വേണ്ടി നിലവിലുള്ള ഈ വർക്ക് ലോഡ് കൂടിയ RTO ഓഫീസിൽ നിന്നും എല്ലാ ജില്ലയിലും എൻഫോഴ്സ്മെന്റ് ഓരോ ക്ലാർക്കുമാരെ അങ്ങോട്ടേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് താൽക്കാലികമായിട്ടെന്ന് പറയും. അവർ 3 മാസം 6 മാസം ഒക്കെ അവിടെ നിൽക്കും, വീണ്ടും തിരിച്ചു വരും, അടുത്ത ആളെ അയക്കും. അങ്ങനെ അവിടുത്തെ ജോലികൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യമുള്ള ജോലികൾ, അതായത് ഈ എൻഫോഴ്സ്മെന്റ് RTO ഓഫീസുകളിലെ എസ്റ്റാബ്ലിഷ്മെന്റ് ജോലികൾ മാത്രമാണ് ഇപ്പം അവിടെ നടക്കുന്നത്. ബാക്കിയുള്ള ഒരു ജോലികളും അവിടെ നടക്കുന്നില്ല.
അവര് നിയമനത്തിൽ പറയുന്നത് വാഹനങ്ങൾ പെരുകി വാഹനങ്ങൾ പെരുകുന്നുണ്ട്. അതിനനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഓട്ടോമേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടെക്നിക്കൽ ജോലികളെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യത്തിലും ടെക്നിക്കൽ ജോലികൾക്ക് വേണ്ടിയിട്ട് ആളുകളെ നിയമിക്കണമെന്നുള്ള ഒരു ആവശ്യം വളരെ ഉയർന്നു നിൽക്കുകയും ഈ നികുതി പിരിവിനെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഫോൺ നമ്പർ അത് കേരളത്തിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന ജോലി ഈ സാങ്കേതിക ജീവനക്കാർക്ക് ഇല്ലാതാവും. അത് നിലവിൽ വന്നിട്ടില്ല. അത് ടെൻഡർ ചെയ്യാനുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഓഫീസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സാങ്കേതിക ജോലികളെല്ലാം മെക്കനൈസ് ചെയ്യപ്പെടുന്ന അവസ്ഥയാണ്. അതൊരു കോഴ്സ് ആയിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ കോഴ്സ് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള ആളുകൾക്ക് പോലും ജോലി അതിന്റെ ഇല്ലാത്തൊരവസ്ഥ. അതെ. ശരിക്കും ഈ കൂടുതൽ ആളുകളെ കൂടുതൽ എൻഫോഴ്സ്മെന്റിന് വേണ്ടി വിന്യസിക്കുകയാണ് വേണ്ടത്. റോഡ് സേഫ്റ്റി എന്തായാലും പ്രസക്തി ഉയർന്നു വരുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഓഫീസിലേക്കാണ് ഈ പ്രപ്പോസൽ ഉള്ളത്, അല്ലാതെ ചെക്കിങ്ങിനല്ല. അതാണ് അതിലൊരു അല്ല, അതിന് എൻഫോഴ്സ്മെന്റ് ഓഫീസുകൾ വേറെ കീഴിലുള്ളതാണത്. പക്ഷെ അതിലേക്കല്ല ഈ പ്രപ്പോസൽ, ഓഫീസിലേക്കാണ്. ഇതിപ്പം അപകടങ്ങൾ കൂടുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ 262 തസ്തിക ഉണ്ടായത്. പക്ഷെ അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവര് പ്രവർത്തനമൊന്നും നടത്തുന്നില്ല. അവര് വീണ്ടും ഓഫീസിലെ എന്താ പറയാ ക്ലറിക്കൽ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അത്രയും ആളുകളെ വീണ്ടും ഓഫീസുകളിലേക്ക് തന്നെ നിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ്, ഈ രണ്ട് കാര്യങ്ങളും പരസ്പര ബന്ധിതമാണ്. ഈ ഒരു പോസ്റ്റ് ക്രിയേഷനും ഞങ്ങളെ പ്രതികൂലമായി ബാധിക്കും. ഇവരെണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അനാവശ്യമായിട്ട്. അതായത് 1981 ഈ സ്പെഷ്യൽ റൂൾ ഉണ്ടാകുന്ന സമയത്ത് 12 MBAമാരാണ് ഉണ്ടായിരുന്നത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ 12ഉം 6 പേരാണ് പിന്നെ സീനിയർ സൂപ്രണ്ടുമാരുണ്ടായിരുന്നത്. അപ്പൊ ഇപ്പോ സീനിയർ സൂപ്രണ്ടുമാരുടെ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 36 വർദ്ധിച്ചു, 6 ഇരട്ടി വർദ്ധിച്ചു. പക്ഷെ ആ 12 MBAമാരുണ്ടായിരുന്നു ഇപ്പൊ 290 എത്തിയിട്ടുണ്ട്. അത്രയധികം ഭീമമായിട്ടുള്ള ഒരു വർധന അവിടെ ഉണ്ടായിട്ടും വീണ്ടും അത് പോരാ എന്ന് പറഞ്ഞിട്ട് പുതിയ സാങ്കേതിക തസ്തികകൾ ഉണ്ടാക്കണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, ഒരേ ജോലിയല്ല. MBAമാരും AMBAമാരും ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഫീൽഡ് ഓഫീസേഴ്സ് ആണ്. പിന്നെ പുറമെ ഓഫീസിന് പുറത്തുള്ള ജോലികൾ, വാഹന പരിശോധന നടത്തുക, പിന്നെ CF, പിന്നെ അതുപോലെയുള്ള പുറമേ ഉള്ള വാഹനങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട ജോലികളാണ് MBAമാരും AMBAമാരും ചെയ്യുന്നത്. ബാക്കിയുള്ള ജോലികൾ, അതായത് ഓഫീസിലിരിക്കുന്ന സാർ ഇപ്പോൾ ഒരു വാഹനം വാങ്ങി, ഞാനൊരു വാഹനം വിറ്റു, എൻ്റെ പേരിൽ നിന്ന് സാറിന്റെ പേരിലേക്ക് വാഹനം ട്രാൻസ്ഫർ ചെയ്ത് തരിക, ആ വാഹനത്തിന് പെർമിറ്റ് കൊടുക്കുക, അത്തരത്തിലുള്ള ഓഫീസ് ജോലികളാണ് പിന്നെ മിനിസ്റ്റീരിയൽ ജീവനക്കാർ ചെയ്യുന്നത്. പക്ഷെ ഇപ്പം എന്താ പറയാ, മിനിസ്റ്റീരിയൽ ജോലികളൊക്കെ ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം മിച്ചമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയും ഇവിടെ തസ്തിക ഉണ്ടാകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ. രണ്ട് വിഭാഗത്തിന്റെ കോമൺ പ്രൊമോഷൻ പോസ്റ്റാണ് ജോയിന്റ് RTO. പക്ഷെ അത് തീർച്ചയായും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്വഭാവമുള്ള ഒരു ജോലിയാണ്. അതൊരു സാങ്കേതിക ജോലി അല്ല സത്യത്തിൽ. അത് നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും. രണ്ട് വിഭാഗത്തു നിന്നും നേരത്തെ 2:1 എന്നുള്ള രീതിയിൽ വന്നിരുന്നു. പക്ഷെ ഈ ജോലി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അഡ്മിനിസ്ട്രേറ്റീവ്, അല്ലാതെ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും അവിടെ വരുന്നില്ല. അപ്പൊ അതിനൊരു അധിക യോഗ്യത ഏർപ്പെടുത്തുന്നത് പോലും അന്യായമായിരുന്നു.